കൊണ്ടത്തെ പരിപാടിക്ക് ശേഷം ഇത് കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി എടുത്തിട്ടുണ്ട്. ആ ബാറ്ററിക്കുള്ളിൽ എന്താണ് എന്നുള്ളത് നോക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതാ ആമറോണിൻ്റെ ഒരു വലിയൊരു ബാറ്ററി തന്നെ ഉണ്ട്. അപ്പോൾ കാറിൻ്റെ ബാറ്ററിയാണ് ഇത്, കംപ്ലൈൻറ്റ് വന്ന ബാറ്ററിയാണ്. ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോരോ പാർട്സുകളാക്കിയിട്ട് നോക്കാം. അപ്പോൾ വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം മാസ്റ്റർ പീസ് സ്ഥിരമായിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആമറോണിൻ്റെ ബാറ്ററി ഇതാണ്. ഈ ഒരു ബാറ്ററി നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടോ. ഇത് നമ്മൾ ഒഴിവാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണുണ്ടോ. ചിലപ്പോൾ ബാലൻസ് ചാർജുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതേപോലെയുള്ള ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഒരു വയറോ എടുത്തതിന് ശേഷം ഇതേപോലെ ടച്ചാക്കി നോക്കുക. സംഭവത്തിൽ ഗൈസ് ചെറുതായിട്ട് ചാർജ് ഉണ്ട് കേട്ടോ. കുറച്ചെന്തായാലും ചാർജ് ഉണ്ടാവും. ഒരുവിധം ചാർജൊക്കെ പോയതാണ്, കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ ബാറ്ററിയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു അടപ്പുകളുണ്ടല്ലോ, ഈ ഒരു അടപ്പുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിനുള്ളിൽ വെള്ളം ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കേട്ടോ. നമുക്ക് ഓക്കെ, ഓക്കെ ഇതിൽ വെള്ളം ഉണ്ടാവും. ഓക്കെ, അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഫുള്ളായിട്ട് വെള്ളം തന്നെയാണ്. നമുക്ക് ആദ്യമായി വെള്ളമൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇനി അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതേപോലെയുള്ള ഗ്ലൗസ് ഉപയോഗിക്കുക കേട്ടോ. കാരണം ബാറ്ററി ലിക്വിഡാണ്, അത് നമുക്കെന്താ പറയുക, കൈമലൊന്നും ആവുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്ലൗസ് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ബാറ്ററിയുടെ ഇത്രയും ബാറ്ററി അടപ്പുകളുണ്ട്. 6 സെല്ലുകളാണ് ഇതിലുണ്ടാവുക കേട്ടോ. 6 സെല്ല് പറഞ്ഞാൽ 12 വോൾട്ടാണ് ഈ ബാറ്ററി. 2, 2, 2 അങ്ങനെ 6 × 2 12 വോൾട്ടാണ്. അപ്പോൾ 6ലും വെള്ളം നിറച്ച് കൊടുക്കണം. അതിനായിട്ടുള്ള ഓരോ അടപ്പുകളാണിത്. ആ അടപ്പുകൾ നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള വെള്ളം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ പാത്രത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത സൾഫ്യൂരിക് ആസിഡാണ് ഇതിലുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യുമ്മലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മളെ കട്ടിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കട്ടിങ്ങിനായിട്ട് നമ്മളിതാ ഇവിടെ കട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു അടപ്പിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമുക്കിങ്ങനെ എതിർത്ത് കഴിച്ചു. അതിനുള്ളിലൊക്കെ സെല്ലുകളാണ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് റിസ്ക് ഉണ്ടാവും അവിടെ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ടുള്ള പ്രശ്നം എന്താ, ഈ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് നമ്മളെ മേലേക്ക് വരുമ്പോഴേ ചൂടായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തും സൈഡൊക്കെ കട്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെല്ലായ കാരണത്തിൽ എല്ലാ ബോക്സുകളും പ്ലാസ്റ്റിക് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സംഭവം നമ്മൾ അരമണിക്കൂറിൻ്റെ നേടിക്ക് ശേഷം ഇത് കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്ത് കുറച്ചൊന്ന് റിസ്ക് എടുത്തിട്ടുണ്ടോ, അതേപോലെ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ പോസിറ്റീവിൻ്റെ ഭാഗമൊക്കെ അതേപോലെ കട്ട് ചെയ്തിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് മുറിച്ചെടുക്കൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്ത് നമ്മൾ മുറിച്ചെടുക്കും. പിന്നെ ഇതാണ് ഈ പോസിറ്റീവിൻ്റെ ഭാഗം കേട്ടോ. പോസിറ്റീവിൻ്റെ ഭാഗം ഇതാണ്. ഇതുവഴി
ഇതിലേക്ക് ചെല്ലുന്നു. ഇതിന് 6 സെല്ലുകൾ 12 വോൾട്ടാണ് ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത്. 12 വോൾട്ട് ആകുമ്പോൾ ഇതിൽ നിന്ന് 2 വോൾട്ടും ഇതിൽ നിന്ന് 2 വോൾട്ടും ഇതിൽ നിന്ന് 2, അങ്ങനെ 6 സെല്ലുകൾ ഉണ്ട്. ഇതിൽ 6 സെല്ല് വെച്ചിട്ട് 12 വോൾട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഓരോ സെല്ലിൽ നിന്ന് 2 വോൾട്ടുകളാണ് നമുക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ പോസിറ്റീവ് വരുന്നു, ഇതിൽ 2 വോൾട്ട്. ഇതിന് പ്ലസും മൈനസും തമ്മിൽ ജോയിൻ്റ് ആക്കുന്ന ഈ ഒരു ലെഡിൻ്റെ പോയിന്റ് വെച്ചിട്ടാണ് ജോയിൻ്റ് ആക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നും ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കുന്നു, ഇവിടെ നിന്നും ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കുന്നു, അങ്ങനെ സംഭവത്തിൽ മനസ്സിലാവില്ല അല്ലേ? ഓരോന്നും കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ 6 തമ്മിലുള്ള ടച്ചിങ് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ സെല്ലുകളിൽ നിന്നും വോൾട്ടേജ് വരുന്നു. ആ വോൾട്ടേജ് ഓരോന്നായിട്ട് മൈനസ് ഇവിടെയും പ്ലസ് ആയിട്ട് ഇങ്ങനെ വരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ സെല്ലൊക്കെ ഒന്ന് ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കാം. ഓരോ സെല്ലിൻ്റെയും ഇതേപോലെ അടക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇത് പൊട്ടിച്ച് നോക്കാം. ഇതൊക്കെ നല്ല ടെമ്പറുള്ള സംഭവങ്ങൾ കേട്ടോ. കാരണം ആമറോണിൻ്റെ ബാറ്ററിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വല്ല കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു സെല്ല് ഓക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നാമത്തെ സെല്ല് നമ്മൾ എടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ആ ഗൈസ് സമയം കണ്ടോ, ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇതാണ് ലെഡ് പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. ഒരു 2 വോൾട്ട് വോൾട്ടേജ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള പ്ലേറ്റുകളാണ് ഈ കാണുന്നത്. ലെഡ് പ്ലേറ്റുകളാണിത്. ഇത് നമുക്ക് ഓരോന്നോരോന്നിട്ട് കഴിച്ച് നോക്കാം. നമ്മളിത് മുഴുവനായിട്ട് ഇതേപോലെ കഴിക്കുന്നില്ല, ഇതേപോലത്തെ 6 ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ലെഡ് പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, സംഭവത്തില ഇതേപോലെയാണ് ഓരോന്നും ഇങ്ങനെ പ്ലേറ്റുകൾ അടക്കി വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഈ ഒരു കണക്ഷന് വഴിയാണ് ഇതിലൊക്കെ പോകുന്നത് കേട്ടോ. ഓരോന്ന് ഇട്ട് കണക്റ്റായി പോകുന്നത്. അപ്പോൾ ഇതിൽ എത്ര പ്ലേറ്റുകളുണ്ടാവും? ഒന്നിന് തന്നെ എന്താ ഒന്നാമതായിട്ട് കാണുന്നത് ഇങ്ങനൊരു പ്ലേറ്റാണ്. ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കവറൊക്കെ ചെയ്തിട്ടുള്ള പ്ലേറ്റ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് വശം കേട്ടോ. ഉണ്ടോ? കണ്ടോ ഗൈസ്? ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് വശം. നെഗറ്റീവ് ഭാഗവും പോസിറ്റീവ് ഭാഗവും ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടി ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കവർ ചെയ്തിട്ടിരിക്കുന്ന ഭാഗമാണിത്, നെഗറ്റീവാണിത്. ഓക്കെ, ഇതിങ്ങനെ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോണ ടൈപ്പുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്ന ഭാഗം. ഇത് എവിടെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ 2 ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യൊരു നെഗറ്റീവ്, പിന്നൊരു പോസിറ്റീവ്, പിന്നൊരു നെഗറ്റീവ്, വീണ്ടും പോസിറ്റീവ്. അങ്ങനെ നമുക്കിതിൽ വച്ചിരിക്കുന്നത് 1 2 3 4 5 8 സെറ്റുകൾ, 8 നെഗറ്റീവും 8 പോസിറ്റീവുകളാണ് ഒരൊറ്റ സെല്ലിലുള്ള കേട്ടോ. ഒറ്റ സെല്ലിലുള്ളത്. അതേപോലെ 6 സെല്ലുകൾ വെച്ചിട്ട് 12 വോൾട്ട് വരുത്താണ്. ഒരു സെല്ലിൽ നിന്നും 2 വോൾട്ടാണ് വരുന്നത്. ഇതിൽ നെഗറ്റീവ് വശം വരുന്നത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. നെഗറ്റീവ് വശം വരുന്നത് ഈ കവറിലുള്ള ഭാഗത്തുള്ളതാണ് നെഗറ്റീവായിട്ട് വരുന്നത്. ആനോട് കാതോട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരില്ല. ആനോട് കാതോട് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. ആനോടും കാതോടുമാണ് ഈ കാണുന്നത്. അപ്പം ഇത് പോസിറ്റീവായിട്ടും ഇത് നെഗറ്റീവായിട്ടും പറയാം. ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ കവർ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവിൻ്റെ വശം കവർ ചെയ്തു ഞാൻ പറഞ്ഞു, പോസിറ്റീവ് അങ്ങനെ വരുന്നു. അങ്ങനെ 8 വെച്ചതിന് ശേഷം വരുന്ന സംഭവം ഈ ഒരു കണക്ടറിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് 2 വോൾട്ട് കിട്ടുന്നു. ആ 2 വോൾട്ടും അതേപോലെ തന്നെ അടുത്ത സെല്ലിൽ 2 വോൾട്ടും തമ്മിൽ സീരീസ് ആയിട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ സീരീസ് ആയി കൊടുത്ത് ടോട്ടൽ 6 സെല്ലിൽ നിന്നും 12 വോൾട്ട് പുറത്തേക്ക് വരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ബാറ്ററിയുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ ഈ ഒരു സംഭവത്തിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വില തന്നെ കിട്ടും ഇത് വിറ്റ് കഴിഞ്ഞാൽ. കാരണം നമ്മൾ പഴയ ബാറ്ററി കൊടുത്താൽ നല്ല റേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലെഡിനും കാര്യങ്ങൾക്കും നല്ല റേറ്റും കാര്യങ്ങളുള്ള സംഭവമാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് ആധികാരികമായിട്ട് പറഞ്ഞുതരാൻ കഴിയില്ല. പക്ഷേ ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാനും പറ്റും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ കാരണം. വേറെ ഒന്നും വിചാരിക്കരുത്. കാണാത്ത കുറേ ആളുകളുണ്ടാവും. കാണാത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വൻ വിജയത്തിന് കാരണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ.